ഒടുവിൽ ആശ്വാസകരമായ ആ വാർത്തയെത്തി. ദുരിതപൂർണമായ 8 നാളുകൾക്ക് ശേഷം 9ാം നാൾ മലയാളി സന്യാസിനിമാർക്ക് ജാമ്യം ലഭിച്ചു. ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതിയാണ് ജാമ്യം നൽകിയത്. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷിയാണ് വിധി പറഞ്ഞത്. ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് തന്നെ സന്യാസിനിമാർ ജയിൽ മോചിതരാവും. മുതിർന്ന അഭിഭാഷകൻ അമൃതോ ദാസാണ് സന്യാസിനിമാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത്. 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലാണ് ജാമ്യം അനുവദിച്ചത്. പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം, രാജ്യം വിട്ടുപോകരുത് എന്നിവയാണ് മറ്റുപാധികൾ. വിധിയിൽ സന്തോഷമെന്ന് സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ പ്രതികരിച്ചത്. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും ഇടപെട്ടു. അവസാന നിമിഷം വരെ ആശങ്കയുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ജൂലൈ 25-നാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് സന്യാസിനിമാരെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവകയിലെ സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് വ്യാജ ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ജയിലിൽ കഴിഞ്ഞത്.